ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ഗലാത്തിയ 4-ാം അധ്യായത്തിൽ നിന്നുള്ള വീഡിയോയാണ്. പഠന സഹായിക്കും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഗലാത്തിയ അധ്യായം 4-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 31 വാക്യങ്ങൾ. 2, ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ഇവിടെ പറയുന്ന ഞാൻ ആര്? പൗലോസ്. 3, വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തതാര്? പിന്തുടർച്ചാവകാശി. 4, പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം ആരിൽ നിന്ന് വിഭിന്നനല്ല? അടിമയിൽ നിന്ന്. 5, പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കും? രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. 6, ആര് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും? പിതാവ്. 7, പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും എന്തിലായിരിക്കും? സംരക്ഷണത്തിലായിരിക്കും. 8, നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ആർക്ക് അടിമപ്പെട്ടിരുന്നു? പ്രകൃതിയുടെ ശക്തികൾക്ക്. 9, നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത് എന്ന്? ശിശുക്കളായിരുന്നപ്പോൾ. 10, ഡാഷ് ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. ഗലാത്തിയ 4:3 പ്രകാരം പൂരിപ്പിക്കുക. നമ്മുടെ കാര്യവും. 11, ദൈവം തന്റെ പുത്രനെ അയച്ചതെപ്പോൾ? കാലസമ്പൂർണത വന്നപ്പോൾ. 12, കാലസമ്പൂർണത വന്നപ്പോൾ തന്റെ പുത്രനെ അയച്ചതാര്? ദൈവം. 13, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം അയച്ചതാരെ? തന്റെ പുത്രനെ. 14, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ ആരിൽ നിന്നും ജാതനായി? സ്ത്രീയിൽ നിന്ന്. 15, അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. എന്തിന് അധീനനായി ജനിച്ചു? നിയമത്തിന്. 16, അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കിയത് എന്തിന്? നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. 17, നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ആരെയാണ് വിമുക്തരാക്കിയത്? നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. 18, നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ എന്തു ചെയ്തു? വിമുക്തരാക്കി. 19, ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആരെ? തന്റെ പുത്രന്റെ ആത്മാവിനെ. 20, ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ മക്കളായതുകൊണ്ട്. 21, നമ്മൾ മക്കളായതുകൊണ്ട് എന്തു വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? ആബാ പിതാവേ. 22, ആകയാൽ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് ആരുമാണ്? അവകാശിയും ആണ്. 23, ആകയാൽ നീ ഇനിമേൽ ആരല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ദാസനല്ല. 24, ആകയാൽ ഇനിമേൽ ദാസനല്ല, പിന്നെയോ ആരാണ്? പുത്രനാണ്. 25, ഗലാത്തിയ അധ്യായം 4-ന്റെ ആദ്യത്തെ തലക്കെട്ട് ഗലാത്തിയരെ കുറിച്ച് വ്യഗ്രത. 26, ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ ആരെ സേവിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ. 27, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തെ അറിയാതിരുന്ന അന്ന്. പ്രിയമുള്ളവരെ, വളരെ സമഗ്രമായി സാമീഡിയ ലോഗോസ് എന്ന ചാനലിലൂടെ നാം ലോഗോസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പഠന സഹായി ആക്കിയിട്ടുണ്ട്. 4500-ഓളം ചോദ്യങ്ങൾ വരുന്ന പഠന സഹായിക്ക് 250 രൂപയാണ് വില. പോസ്റ്റ് ഓഫീസ് വഴി അത് അയച്ചു തരുന്നതായിരിക്കും. പോസ്റ്റൽ ചാർജ് 50 രൂപയാണ്. അതുകൂടാതെ പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി ഓർക്കുന്നതിനും എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനും മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനോ
പഠനസഹായി ഓർഡർ ചെയ്യുന്നതിനോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 28 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരെ അറിയുന്നു? ദൈവത്തെ. 29 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി നിങ്ങളെ അറിയുന്നത് ആര്? ദൈവം. 30 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. എന്തിലുപരി? നിങ്ങൾ ദൈവത്തെ അറിയുന്നതിലുപരി. 31 എങ്ങനെയുള്ള പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ. 32 ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ എന്തിനടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക്. 33 എന്ത്? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ഏവയുടെ? ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ. 34 ഗലാത്യ 4:9 പൗലോസ് ഗലാത്യക്കാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? 2. 35 എന്ത്? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇച്ഛിക്കുന്നുവോ? 36 ഗലാത്യ 4:10 പ്രകാരം നിങ്ങൾ എന്തെല്ലാം ആചരിക്കുന്നു പോലും എന്നാണ് പൗലോസ് പറയുന്നത്. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും. 37 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും എന്തു ചെയ്യുന്നു പോലും എന്നാണ് പൗലോസ് പറയുന്നത്. ആചരിക്കുന്നു. 38 ഞാൻ എന്തു ഭയപ്പെടുന്നു എന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന്. 39 നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് ആരുടെ വാക്കുകൾ? പൗലോസിന്റെ. 40 ഗലാത്യ 4:12 സംബോധന എന്ത്? സഹോദരരെ. 41 നിങ്ങൾ ആരെ പോലെ ആകുവിൻ എന്നാണ് പൗലോസ് ഗലാത്യ 4:12 അപേക്ഷിക്കുന്നത്. എന്നെ പോലെ. 42 നിങ്ങൾ എന്നെപ്പോലെ ആകുവിൻ, ഞാൻ തന്നെയും ആരെപ്പോലെയാണല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളെപ്പോലെ. 43 നിങ്ങൾ എന്നോട് എന്തു പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. യാതൊരു തിന്മയും. 44 തനിക്ക് എന്തുള്ളപ്പോഴാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. ശാരീരിക അസ്വാസ്ഥ്യം. 45 തനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുള്ളപ്പോൾ താൻ എന്തു ചെയ്തു എന്നാണ് പൗലോസ് പറയുന്നത്. സുവിശേഷം പ്രസംഗിച്ചു. 46 എന്റെ ശാരീരിക സ്ഥിതി നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല, മറിച്ച് എന്നെ ആരെപ്പോലെ സ്വീകരിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. 47 എന്റെ ശരീരസ്ഥിതി നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ എന്തു ചെയ്തില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നിന്ദിക്കുകയോ വെറുക്കുകയോ. 48 നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നു എന്ന് പൗലോസ് പറയുന്നത് എന്ത്? പൗലോസിന്റെ ശരീരസ്ഥിതി. 49 എന്നെ ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പൗലോസ് ഗലാത്യക്കാരോട് ചോദിക്കുന്നത് എന്ത്? നിങ്ങളുടെ ആ സന്തോഷം ഇന്ന് എവിടെ? 50 നിങ്ങളുടെ എന്ത് എവിടെ എന്നാണ് പൗലോസ് ഗലാത്യക്കാരോട് ചോദിക്കുന്നത്. ആ സന്തോഷം. 51 സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്നാണ് പൗലോസ് ഗലാത്യക്കാരോട് പറയുന്നത്. കണ്ണുകൾ പോലും ചുഴന്നെടുത്ത് തരുമായിരുന്നു. 52 അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരായോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ശത്രുവായി എന്നോ? 53 അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്. 54 അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് എപ്രകാരമല്ല എന്നാണ് പൗലോസ് പറയുന്നത്. സതുദ്ദേശത്തോടെയല്ല. 55 അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല, മറിച്ച് എന്ത് ലക്ഷ്യത്തോടെ ആണെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ. 56 നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. എന്തിനു വേണ്ടി?
നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന്. 57 നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ എന്ത് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം? ഒറ്റപ്പെടുത്തുക. 58 എന്തിൽ താല്പര്യം കാണിക്കുന്നത്? ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എന്നാണ് പൗലോസ് പറയുന്നത്, നല്ല കാര്യത്തിൽ. 59 നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും എന്തു തന്നെ എന്നാണ് പൗലോസ് പറയുന്നത്, നല്ലതു തന്നെ. 60 നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ എവിടെ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലതു തന്നെ എന്നാണ് പൗലോസ് പറയുന്നത്, നിങ്ങളോടൊത്ത്. 61 ഗലാത്യ 4:19 സംബോധന എന്ത്? എന്റെ കുഞ്ഞുമക്കളെ. 62 എന്റെ കുഞ്ഞുമക്കളെ, ആര് നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു. 63 എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ എന്തു ചെയ്യുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്, രൂപപ്പെടുന്നത് വരെ. 64 എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്, ഈറ്റുനോവ്. 65 താൻ എന്താഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് ഗലാത്യ 4:20 പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എന്റെ സംസാര രീതി തന്നെ മാറ്റാനും. 66 ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എന്ത് മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്, എന്റെ സംസാര രീതി തന്നെ. 67 ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എന്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ത്? നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. 68 നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. ആരെക്കുറിച്ച്? പൗലോസ് ഗലാത്യക്കാരെ കുറിച്ച്. 69 ഗലാത്യ 4-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ഹാഗാറും സാറായും. 70 എന്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ എന്നാണ് പൗലോസ് ഗലാത്യ 4:21 പറയുന്നത്, നിയമത്തിന്. 71 നിയമത്തിന് എന്തു ചെയ്യാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്, വിധേയരായിരിക്കാൻ. 72 നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് എന്തു പറയുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ. 73 അബ്രാഹത്തിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, 2. 74 അബ്രാഹത്തിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു, ഒരുവൻ ആരിൽ നിന്ന്? ദാസിയിൽ നിന്ന്. 75 അബ്രാഹത്തിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു, ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ ആരിൽ നിന്ന്? സ്വതന്ത്രയിൽ നിന്ന്. 76 ദാസിയുടെ പുത്രൻ ജനിച്ചത് എങ്ങനെ? ശാരീരിക രീതിയിൽ. 77 സ്വതന്ത്രയുടെ പുത്രൻ ജനിച്ചത് എങ്ങനെ? വാഗ്ദാന പ്രകാരം. 78 ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ ആരെന്നാണ് പൗലോസ് പറയുന്നത്? 2 ഉടമ്പടികൾ. 79 ഈ സ്ത്രീകളിൽ ഒരുവൾ എവിടെ നിന്നുള്ളവൾ? സീനായ് മലയിൽ നിന്ന്. 80 സീനായ് മലയിൽ നിന്ന് ഉള്ളവൾ മക്കളെ ജനിപ്പിക്കുന്നത് എന്തിന്? ദാസ്യവൃത്തിക്കായി. 81 ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നത് ആര്? ഹാഗാർ. 82 ഗലാത്യ 4:25 ഹാഗാറിനു നൽകിയിരിക്കുന്ന വിശേഷണം എന്ത്? അറേബ്യയിലെ സീനായ് മല. 83 അറേബ്യയിലെ സീനായ് മല എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഹാഗാറിനെ. 84 അറേബ്യയിലെ സീനായ് മലയായ ഹാഗാർ എന്തിന്റെ പ്രതീകമാണ്? ഇന്നത്തെ ജെറുസലേമിന്റെ. 85 ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം എന്ത്? അറേബ്യയിലെ സീനായ് മല, അതായത് ഹാഗാർ. 86 ഹാഗാർ അറേബ്യയിലെ സീനായ് മലയാണ്. അവൾ ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമത്രേ. എന്തുകൊണ്ട്? അവൾ തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു. 87 തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നത് ആര്? ഹാഗാർ. 88 ഹാഗാർ ആരോടൊത്താണ് ദാസ്യവൃത്തി ചെയ്യുന്നത്? തന്റെ മക്കളോടൊത്ത്. 89 ഗലാത്യ 4:26 പ്രകാരം നമ്മുടെ അമ്മയാര്? സ്വർഗീയ ജെറുസലേം.
90 സ്വർഗീയ ജെറുസലേം ഡാഷ് അവളാണ് നമ്മുടെ അമ്മ. ഗലാത്യ 4:26 പ്രകാരം പൂരിപ്പിക്കുക. സ്വതന്ത്രയാണ്. 91 നീ ആഹ്ലാദിക്കുക. പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ച്? പ്രസവിക്കാത്ത വന്ധ്യയെക്കുറിച്ച്. 92 അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക. പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്ന് പറയാൻ കാരണമെന്ത്? ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണ് ഉള്ളത്. 93 പ്രസവവേദന അനുഭവിക്കാത്ത വന്ധ്യയെ എന്ത് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. 94 ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്ന് പറയുന്നത് ആരോട്? പ്രസവിക്കാത്ത വന്ധ്യയോട്. 95 ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് പരിത്യക്തയ്ക്കുള്ളത്? മക്കൾ. 96 ഗലാത്യ 4:28 സംബോധന സഹോദരരെ. 97 സഹോദരരെ, നമ്മളാകട്ടെ ആരെപ്പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ്? ഇസഹാക്കിനെ പോലെ. 98 നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ എന്തിന്റെ മക്കളാണ്? വാഗ്ദാനത്തിന്റെ. 99 നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ എന്താണ്? മക്കൾ. 100 ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആരെയാണ് അന്ന് പീഡിപ്പിച്ചത്? ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ. 101 ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചതാര്? ശാരീരിക രീതിയിൽ ജനിച്ചവൻ. 102 ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് എന്തു ചെയ്തു? പീഡിപ്പിച്ചു. 103 ഇന്നും അതുപോലെ തന്നെയാണ്. ഏതുപോലെ? ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിക്കുന്നു. 104 ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്ന് പറയുന്നതാര്? വിശുദ്ധ ലിഖിതം. 105 ഗലാത്യ 4:30 പ്രകാരം വിശുദ്ധ ലിഖിതം പറയുന്നത് എന്ത്? ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ. 106 ദാസിയെയും അവളുടെ പുത്രനെയും എന്ത് ചെയ്യുവിൻ എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? നിഷ്കാസനം ചെയ്യുവിൻ. 107 ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്ന് വിശുദ്ധ ലിഖിതം പറയുന്നതിന്റെ കാരണമെന്ത്? ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. 108 ദാസിയുടെ പുത്രൻ ആരോടൊപ്പം അവകാശിയാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം. 109 സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ലാത്തതാര്? ദാസിയുടെ പുത്രൻ. 110 ഗലാത്യ 4:31 സംബോധന എന്ത്? സഹോദരരെ. 111 സഹോദരരെ, അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല ഡാഷ് ഗലാത്യ 4:31 പ്രകാരം പൂരിപ്പിക്കുക. സ്വതന്ത്രയുടേതാണ്. 112 നമ്മൾ ആരുടെ മക്കളല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ദാസിയുടെ. 113 നമ്മൾ ആരുടെ മക്കളാണ് എന്നാണ് പൗലോസ് പറയുന്നത്? സ്വതന്ത്രയുടെ. പ്രിയമുള്ളവരെ, വൈഫിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായി? സർജറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് ധാരാളം പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ സർജറി ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പരിശോധിച്ചപ്പോൾ HB കുറവായിരുന്നത് കൊണ്ട് ആ ദിവസങ്ങളിൽ സർജറി നടന്നില്ല. 2 ദിവസം മുൻപ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ വ്യാഴാഴ്ചയാണ് സർജറി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വൈഫിന്റെ സർജറിയെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ചെയ്യുന്ന എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളെയും ബൈബിൾ പഠിപ്പിക്കലിനെയും ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ധാരാളം പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ പഠനസഹായിയുടെ കാര്യം ആദ്യം പറഞ്ഞിരുന്നു. ഒരു പുസ്തകം വാങ്ങുന്ന ആൾക്ക് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 300 രൂപയാണ്. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങിയാൽ പോസ്റ്റൽ ചാർജ് ഉണ്ടാവില്ല. 10 പുസ്തകം വാങ്ങിയാൽ 225 രൂപയെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ഇടവകയിൽ കുറച്ചധികം ആളുകൾ ഒന്നിച്ചു ചേർന്ന് കുറച്ചധികം പുസ്തകം കൂടുതൽ വാങ്ങുകയാണെങ്കിൽ വിലയിൽ കുറച്ചുകൂടിയൊക്കെ ഇളവ് നൽകുന്നതായിരിക്കും. അതുപോലെ 140 മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. 35 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനിയും 100-ലധികം മോക്ക് ടെസ്റ്റുകൾ നടത്താനുണ്ട്. 2-3 ദിവസം കൂടി കഴിയുമ്പോൾ ഗലാത്യ വരെ നമുക്ക് 2026 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളുടെയും ചോദ്യോത്തരങ്ങൾ ചെയ്തു കഴിയുകയാണ്. അതേ തുടർന്ന് ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിക്കുകയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ പഠിക്കുകയും സമാന വാക്യങ്ങൾ പഠിക്കുകയും അങ്ങനെ പരീക്ഷയ്ക്ക് 95 മാർക്കിൽ കൂടുതൽ കരസ്ഥമാക്കാൻ
ഓരോ ആളെയും പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വചനം നന്നായി പഠിക്കുക എന്നതാണ് ലോഗോസ് ക്വിസിലൂടെ സഭയും ഉദ്ദേശിക്കുന്നത്. അതിനായി എല്ലാവരും നന്നായി പരിശ്രമിക്കുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ. ഇനിയും മോക്ക് ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കും. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.